പക്ഷേ എന്താ ക്ലാസ് എടുക്കാൻ പോകാനൊന്നും തോന്നുന്നില്ല മാഷെ. മാഷ് ഇതുവരെ അത് വിട്ടില്ല. എന്നാലും മുഖത്ത് നോക്കിയിട്ട് കൈ ചൂണ്ടിയിട്ട് അവൻ എന്താ പറഞ്ഞെന്നറിയാം. ഇതിന് ഞാൻ പകരം ചോദിക്കുന്നു. എനിക്ക് പണി തരുന്നു പറഞ്ഞിട്ടാ പോയത്. മാഷ് ഇതിങ്ങനെ ഉള്ളോട്ട് എടുത്തിട്ടല്ലേ. ഇപ്പത്തെ പിള്ളേരെ മാഷിന് അറിയാലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്ത് സ്വരൂ മാഷെ? ഒരു കുട്ടി കോപ്പി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടില്ല എന്ന് നടിച്ചാൽ പറ്റുമോ? അവൻ പഠിച്ച് പരീക്ഷ എഴുതിയാലല്ലേ അവന്റെ ഭാവിക്ക് അത് ഗുണമുള്ളൂ. മാഷെ, പഴയ കാലമൊന്നുമല്ല. ഇപ്പോഴത്തെ പിള്ളേരോട് നോക്കിയും കണ്ടൊക്കെ നിൽക്കണം. അത് മാഷ് പറഞ്ഞ കാര്യ. അധ്യാപകരും വിദ്യാർത്ഥികളും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. ആ വിദ്യാർത്ഥിയുടെ ഭാവിക്ക് വേണ്ടി ആ അധ്യാപകൻ എന്ത് ചെയ്താലും അനുസരിക്കുന്ന വിദ്യാർത്ഥികൾ വേണം. ഭയം വേണം, ബഹുമാനം വേണം, ഭക്തി വേണം. ഇത് നേരെ തിരിഞ്ഞാൽ ഈ സുഗതൻ മാഷ് ആ എന്താ ഞാന് സ്തുതിയുടെ അച്ഛനാ. സ്തുതി എന്ന് പറഞ്ഞ 10ാം ക്ലാസ്സിലേ 10 ഡിയിൽ പഠിക്കണേ. ഞാനൊന്നും വിളിപ്പിക്കണം എന്ന് കരുതിയിരിക്കുക. അല്ല, ഞാൻ വിളിപ്പിക്കേണ്ട ആവശ്യമില്ല. വരേണ്ട ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുള്ള മാഷ്. ഞാനല്ല, അവൻ ചെയ്ത ഒരു അവൻ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ പറയണത്? അല്ല, അവൻ ഈ നമ്മളിപ്പോ പഠിച്ചിട്ടാണല്ലോ പരീക്ഷ എഴുതേണ്ടത്. അപ്പൊ ഈ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ അത് അവന്റെ ഭാവിക്ക്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ കുട്ടികളാണ്, അവരുടെ പ്രായം എന്താ? 13-14 വയസ്സുള്ള പിള്ളേരത്. അല്ല, നിങ്ങളൊരു അധ്യാപകനല്ലേ? അതെ. ഒരു അധ്യാപകന്റെ കോമൺ സെൻസ് നിങ്ങൾ ഉപയോഗിച്ചോ? എന്താ ഉപയോഗിച്ചോ? ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു 15 വയസ്സുകാരൻ 14 വയസ്സുകാരന്റെ ഒക്കെ ഒരു മൈൻഡ് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാ നിങ്ങൾ അധ്യാപകര്. അല്ല, കോപ്പി അടിക്കണം നമ്മൾ മുളയില് പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാണ്. ഇപ്പൊ അവനാ പണി ചെയ്യില്ല, അത് വേറെ കാര്യം. അതൊക്കെ ശരി തന്നെയാണ്. കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന പരിപാടി എന്തൊക്കെയെന്നൊക്കെ നമുക്ക് അറിയാം. അതിപ്പോ ഏത് കുട്ടി ചെയ്താലും ഏതെങ്കിലും ഒരു തന്റെ തലയിലേക്ക് വരുന്ന പരിപാടിയാ. എന്റെ കുട്ടിയെ ചെയ്യില്ല. പക്ഷെ നിങ്ങളുടെ ആ കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് എന്റെ മോനെ നിങ്ങൾ അവഹേളിച്ചു. നിങ്ങളൊരു അധ്യാപകനുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു. കയ്യോടെ പിടിച്ചതല്ലേ? എന്ത് കയ്യോടെ പിടിച്ചോന്നേ? കയ്യോടെ പിടിച്ചു വെച്ചാൽ മാനം കെടുത്ത മാനം കെടുത്ത ശബ്ദം എന്ത് ശബ്ദമൊക്കെ ഉണ്ടാവുന്നേ. ഞാൻ അവന്റെ അച്ഛനാ. അല്ല, അപ്പൊ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളൊന്നും പറയാൻ പാടില്ല. പാടില്ലല്ലോ, പാടില്ല. എന്ത് നിങ്ങൾ പഠിപ്പിക്കാനല്ലേ നിങ്ങളുടെ അടുത്ത് ഇവിടെ? അവനെ ഗുണദോഷിക്കാൻ ഞങ്ങളുണ്ടോ? ഞങ്ങൾ മാതാപിതാക്കളല്ലോ. നിങ്ങളുടെ അടുത്ത് വരുമ്പോ നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ ശമ്പളം മേടിക്കല്ലേ? നിങ്ങൾ ശമ്പളം മേടിച്ച് നിങ്ങളുടെ ജോലി അങ്ങ് ചെയ്താൽ പോരെ? നിങ്ങൾ വരുന്ന കുട്ടികളൊക്കെ അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യാ, അങ്ങടെ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാവി ഞങ്ങൾക്ക് നോക്കണ്ടേ? നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള അവകാശമല്ലോ. നിങ്ങൾ പഠിപ്പിച്ചാൽ മതി. അതിന്റെ അപ്പുറമൊന്നും കുട്ടികളുടെ നേരെ കയറേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ഈ എന്റെ ചെക്കൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അവര് കളി മാനഹാനിക്ക് ഞാൻ കേസ് കൊടുക്കും. അത് മനസ്സിലാക്കിക്കോ. നിങ്ങളൊരു അധ്യാപകര് വന്നേക്കണോ? നിങ്ങൾ എവിടുത്തെ അധ്യാപകരാ? നിങ്ങള് കുട്ടികളെ വെറുതെ പിള്ളേരുടെ ഇടയിൽ വെച്ചിട്ടുണ്ട് അവഹേളിക്കേ. അത് നടക്കാറില്ലല്ലോ. അല്ല, അവനൊന്നും ശ്രദ്ധിക്കണം. അവൻ എന്നോട് മാത്രല്ല, ഒരു അധ്യാപകരോട് ഒരു ബഹുമാനമില്ല. എങ്ങനെന്താ ഇതല്ലേ നിങ്ങളുടെ സ്വഭാവം? നിങ്ങളുടെ സ്വഭാവം ഇതല്ലേ? നിങ്ങളെ കണ്ടിട്ടില്ല കുട്ടികൾ പഠിക്കണേ. നിങ്ങളുടെ അടുത്തേക്കാണല്ലോ ഞങ്ങൾ വിടുന്ന കുട്ടികളെ. അത് ആലോചിക്കാൻ വയ്യ. അതെ, ഇത് ഇവിടെ നിൽക്കില്ല. കേസാ കൊടുക്കും ഞാൻ. കൂട്ടുന്നു നിങ്ങള്. അത് മനസ്സിലാക്കിയോ? വീട്ടില് ഞാൻ കുട്ടികളെ ചെയ്തു പറയും. ശരി. ഇപ്പൊ മനസ്സിലായില്ലേ സാറേ? ആ ചെക്കനെന്താ ഇങ്ങനെ പെരുമാറിയെന്ന്? ഇനി ഒന്നും വേണ്ട. വരിക, ആവുന്ന പോലെ പഠിപ്പിക്കുക, പോവുക. അതിന്റെ അപ്പുറത്തോട്ട് ഒരു ആത്മാർത്ഥ്യം വേണ്ട. കണ്ടല്ലോ ഇപ്പൊ. നല്ലോണം വലി അതേ, ഈ ലാബ് റിപ്പോർട്ടില് പ്രത്യേകിച്ചിട്ടൊന്നും കാണിക്കണില്ല. എല്ലാം നോർമലാണ്. പിന്നെ വയസ്സ് ഇത്രയില്ലേ, നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ചിന്തിച്ചിട്ടുള്ള ഓരോ തോന്നലുകളാണ് ഇതൊക്കെ.
നമ്മുടെ ശരീരത്തിന് രോഗമില്ല. അല്ല ഡോക്ടറെ, ഈ നേരം വെളുക്കുമ്പോ തന്നെ വയറിനകത്തൊരു തീയിട്ടതുപോലെ ഒരു തോന്നലാണ്. അതല്ലേ ഞാൻ പറഞ്ഞത് തോന്നലാണെന്ന്. ആരെങ്കിലും നേരം വെളുക്കുമ്പോ തന്നെ ചവറ അടിച്ചു കൂട്ടിയിട്ട് നിങ്ങളുടെ വയറ്റിലിട്ട് തീയിടുവോ? ഇല്ലല്ല. ഇതെല്ലാം നമ്മുടെ തോന്നലാണേ. അതല്ലേ പോലെ എന്ന് പറഞ്ഞത്. അതരക്കേടില്ലല്ല. നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തിക്കാതിരിക്കുക. പ്രഷറിന്റെ ഗുളിക കഴിക്കണ്ട? വേണ്ടേ? ഇല്ല, അത് ഒഴിവാക്കണ്ട, അത് കഴിച്ചോ. പിന്നെ ഞാനൊരു 2 ഗുളിക എഴുതണുണ്ട്. ഒന്ന് രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കണം, അത് ഗ്യാസിന്റെ ആണ്. വേറൊരു ഗുളികയുണ്ട്, ഈ ആരെങ്കിലും തീയിടാൻ വരണ പോലെ തോന്നുമ്പോ കഴിച്ചു വരണം കേട്ടോ. ഇത് റിപ്പോർട്ട്. മരുന്നിന്റെ ലിസ്റ്റ്. ആ മരുന്ന് ഞാൻ അടിച്ച് ടൈപ്പ് ചെയ്ത് ഫാർമസിയിൽ ഇട്ടിട്ടുണ്ട്. അവിടെ പേര് പറഞ്ഞ അവർ തന്നോളൂ. സ്തുതിയുടെ അച്ഛനല്ലേ? അതെ. സ്തുതിനെ അറിയോ? പിന്നെ സുധീനെ ഞാൻ നല്ലോണം അറിയുമല്ല. സുധീനെ പഠിപ്പിച്ചൊരു മാഷുണ്ടായില്ലേ, സുഗതം മാഷ്. സുഗതം മാഷിന്റെ മോനാണ് ഞാൻ, കാരി. അതെയോ? ആ. സ്തുതി അന്ന് ക്ലാസ്സിൽ കോപ്പി അടിച്ചെന്നും പറഞ്ഞിട്ട് അച്ഛൻ ശാസിച്ചെന്നും പറഞ്ഞ് ശീതളേട്ടൻ കേസും ബഹളവും ഒക്കെ ഉണ്ടാക്കിയല്ല. അച്ഛൻ നല്ല പേരുള്ളൊരു മാഷായിരുന്നു. പക്ഷെ ആ സംഭവത്തോടെ മാനസികമായിട്ട് ഡൗൺ ആയി. പുള്ളി ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി. എന്നാലും അച്ഛൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളൊക്കെ നന്നായിട്ടേ വന്നിട്ടുള്ളൂ. അന്ന് തല്ലേം ശ്വാസിക്കുകയൊക്കെ ചെയ്തവര് ഈ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇപ്പൊ സ്തുതി എന്ത് ചെയ്യാണ്? പുറത്താ? സ്തുതി ഇങ്ങനെ കുടിച്ചിട്ട് എത്ര കൊല്ലാടാ? ജയിലല്ലേ, ജയിലിൽ സാധനം തരില്ല. ചപ്പാത്തി, എന്തൊരു പാവം, ബ്രെഡ്, ഇത് തരൂല. ഓരോ തുള്ളി അവരെ കൂടി. ശരി. ഇതെങ്ങനെ സംഘടിപ്പിച്ചറിയ നിങ്ങള്? കണാരൻ മാഷ പറമ്പത്ത് ഇന്നലെ രാത്രിയിൽ വെളുക്കം കൂടിയില്ലാണ്ട് ഞാൻ പോയി. 6 തെങ്ങും വിലക്കാരി 6 തെങ്ങും തേങ്ങ പറിച്ച് താഴെട്ടിട്ട് അതിന്റെ തലേദിവസം ജാനുവരത്തിന്റെ പറമ്പത്തിലുള്ള തെങ്ങുമ്മക്കാര് തേങ്ങയും കൂടി കണാരേട്ടന്റെ പീടി പോയി ബിറ്റ് ചെയ്ത് മംഗലാട്ടെ, എന്നിട്ട് വാങ്ങിയ സാധനമായി. ഇനി ഇത് കഴിഞ്ഞ് എനിക്ക് തരണ്ട. നീ വന്നപ്പോ സന്തോഷമല്ലടാ. ഞാൻ എന്തിനാണ് ജയിലിൽ പോയി? എന്തിനാണ് പോയെ? നിന്നെ സുരേന്ദ്രൻ നടുറോടുന്ന് പട്ടിയെ പോലെ തച്ച് കുഞ്ചി ചമ്മന്തിയാക്കിയപ്പോ എനക്ക് കണ്ടു നിൽക്കാൻ പറ്റിയ പോരില്ല. കത്തി ഇട്ടു കൊത്ത് ആ ബന്ധം സൗഹൃദമാകുമ്പോ അതുണ്ടാവും. അങ്ങനെല്ലാം വേണ്ട കാര്യങ്ങളാകും. പോലീസ് പാലാവട്ടം ചോദിച്ചപ്പോ നിന്നെ ഞാൻ പറഞ്ഞില്ല, ഒറ്റക്ക് കുത്തിയത് ഒരു രസത്തിന് പറഞ്ഞു. അത് മാത്രമാണോ? സുഗതം മാഷ അറിഞ്ഞൂടെ നിങ്ങക്ക്? സുഗതം മാഷി സ്കൂൾ പഠിക്കുമ്പോ എന്നെ അമ്മാക്കം നോക്കി. നിങ്ങക്ക് അറിയാത്ത കാര്യം പറയണ്ടല്ലോ. ആ സുഗതം മാഷക്ക് എതിരെ ഞാൻ പണി കൊടുത്തിട്ടുണ്ട്, അതും അറിയാലോ. നിങ്ങൾക്കും സുഗതം മാഷിന് ഒരുപാട് കിട്ടിയിട്ടില്ലേ? പിന്നെ ഞാനന്ന് നിങ്ങൾക്ക് വേണ്ടിട്ടൊരു സഹായം ചെയ്ത്, ഇന്നിപ്പോ സുരേന്ദ്രനെ കുത്തിയിട്ട് നിങ്ങൾ എനക്കൊരു സഹായം ചെയ്തു. അതത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഉണ്ണിയേട്ട കടത്തിലോടുന്ന വണ്ടിയാടാ. ഇങ്ങനെ ജയിലിൽ നിങ്ങൾക്ക് ഇങ്ങനെ കടയെ പട്ടി ഇപ്പൊ എപ്പോഴും കടത്തലടാ. പഠിക്കുന്ന കാലത്ത് മാഷ് ഹരിക്കാൻ പറയുമ്പോ എന്റെത് എപ്പോഴും തെറ്റും. ഞാൻ മണ്ട ഒരു വേട്ടം ഇപ്പുറത്ത് കടകെടുക്ക് 2 എടുക്ക് ഇപ്പുറൊക്കെ എടുക്ക്. അപ്പൊ ഞാൻ എടുക്കും ഒരു കടക്കാരനാവും. കൂട്ടിക്കൂട്ടി വരുമ്പോ ഇത് ഉത്തരം ശരി. പിന്നെ എപ്പോഴും കടക്കാരൻ. അങ്ങനെ കടക്കാരനായി. ഹരിക്കുമ്പോ എന്തിനാണ് കടകെടുക്കുന്നത്? മാഷ് പഠിപ്പിക്കട്ടെ, ഇപ്പൊ കൊടുക്കാൻ. വായ്പ മേടിച്ച് തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ മാഷ് വായ്പ എടുക്കാൻ പഠിപ്പിച്ചു. പിന്നെ ജീവിതത്തിൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. ഞാൻ എല്ലാം കാണാം. തിരിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചില്ല മാഷ്. എന്നതാ മക്കളെ, മദ്യപിക്കുകയാണോ? പാല് കുടിക്കുക. ഇത് പള്ളിയാണ്, പരിശുദ്ധമായ ദേവാലയമാണ്. പള്ളി ആടല്ല, ഇത് മതിലിന് ഇപ്പുറത്തല്ലേ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മദ്യപിക്കുന്നത്? അച്ചോ, നാട്ടിലേക്ക് ഇപ്പൊ വന്നതാണ് ഞാൻ. എവിടെ, പുറത്തായിരുന്നോ? ജയിലിലായിരുന്നു അച്ചോ. ജയിലില്ല. ഇനിയും അത് അവിടേക്ക് പോകാനാണോ പരിശ്രമിക്കുന്നത്?
ഞാനൊരു കാര്യം പറയട്ടെ, മദ്യം ഒരു ചെകുത്താനാണ്. ഞാളെ ചെകുത്താനാണ് അച്ഛൻ പോകണം. പറയുന്നു കേൾക്ക് മോനെ. കേൾക്കൂ. അത് അകത്ത് അച്ഛൻ ചെന്നാണ്ടല്ലോ, അകത്ത് ചെന്ന പിശാചായി മാറും. നിങ്ങൾക്കൊരു തൊഴിലില്ലേ? തൊഴിലില്ല. ശ്രമിച്ചാൽ തൊഴിൽ കിട്ടും. നിങ്ങൾ തൊഴിലെടുത്ത് ജീവിക്കൂ. മദ്യപിക്കരുത്. മദ്യപിച്ചാല് മനുഷ്യൻ പിശാചായി മാറും. ജനിച്ചപ്പോഴേ ഞാനൊരു പിശാചാണ് അച്ഛോ. അതെ മോനെ, നീ ഇപ്പോ പിശാചിന്റെ കയ്യിൽ കളിക്കുന്ന പിശാചാണ്. അച്ഛാ, ആ, അച്ഛൻ പള്ളിയിലൊക്കെ ഇപ്പൊ പോയിക്കോ. നിങ്ങളുടെ മര്യാദയുടെ ഭാഷ പറ്റൂല അല്ലേ? മര്യാദക്ക് ഞാൻ ശീതളിന്റെ മോനെ അറിയാം. ശീതളിന്റെ മോനെ. ഏത് മോന്റെ മോനായാലും പള്ളി പറമ്പിൽ കള്ളൂടി അച്ഛന്റെ പണിയെടുത്തായി മുന്നോട്ട് പോയിക്കോണം. ഞാൻ കാണിച്ചു തരാം. പോയി. ഇനി ഞാൻ അച്ഛനെയും കൊണ്ട് ജയിലിൽ പോകണോ? എന്റെ ദൈവമേ, പിന്നെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരില്ല. എന്നെ ഇവിടെ വിട്ടിട്ട് പോവരുത്. അമ്മായി, എന്റെ തന്തയ്ക്കും കൂടപ്പുറപ്പുകൾക്കും നിന്നെ വേണ്ടെങ്കിൽ പോയി ചാവടി. എങ്ങോട്ടാ നീ? ഞാനും വരും. എന്നെ കൂടെ കൊണ്ടുപോണം. എന്നെ ഇവിടെ വിട്ടിട്ട് പോവല്ലേ അമ്മായി. ഇനി ഇതാ നിന്റെ വീട്. അങ്ങോട്ട് കേറി ചെല്ലടി. അമ്മേ, ഇതെപ്പത് കഴിയും? അമ്മേ, ആടി ഞാൻ പറഞ്ഞു ആരും പറഞ്ഞു. എന്തെന്നാ? പക്ഷേ ഇവള് വിജയേഷന്റെ മകളല്ലാന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഫോൺ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അത് നടക്കൂലെന്ന് വെച്ചാൽ പറഞ്ഞാലേ. ഞാൻ കാര്യം പറയട്ടെ, ക്ലാസ്സിലൊക്കെ വരുമ്പോണ്ടല്ല എല്ലാരും എന്താ പേരെന്നല്ല ചോദിക്കണം. ഇപ്പോഴൊക്കെ എല്ലാരും എന്താ ചോദിക്കണം എന്ന് അറിയാമോ? വാട്ട്സ് യുവർ ID എന്നാണ്. ഞാൻ എന്തിട്ട് പറയാൻ അങ്ങനെ? അപ്പൊ നീ അഭിമാനത്തോടെ പറയണം, ഇവിടുത്തെ അഡ്രസ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ പേര് പറഞ്ഞു കൊടുക്കണം. ആ ID അല്ല, ഇത് ഇൻസ്റ്റാഗ്രാമിലെ ID. എല്ലാവർക്കും ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. എടി, അതൊന്നും അത്യാവശ്യമല്ല. ജീവിതത്തിൽ നീ പഠിക്കലാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ പഠിക്കണ സാധനം ഉണ്ട് ഫോണില്. PDF ഒക്കെ അയച്ചു ഫോണില്. അപ്പൊ ഞാൻ എങ്ങനെയാ അത് എടുക്കണേ? ഇപ്പൊ അതില്ലാതെ നീ പഠിക്കണ്ടോ? എനിക്ക് ChatGPT നോക്കണമെങ്കിൽ ഫോൺ വേണം. എന്തെന്ന്? അതൊക്കെ വേണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ അനാവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാന്നൊന്നും വിചാരിക്കണ്ട. നിനക്ക് ഫോൺ വേണ്ട. അത് തന്നെ. ഇത് എന്തോ ഇത് ഇവിടുത്തെ ഒച്ചപ്പാടും പോളോ അങ്ങ് റോഡിൽ നിന്നാ കേക്കല്ല. അവളോട് ചോദിക്കുക എന്താന്ന്. എന്താ പ്രശ്നം? എനിക്ക് ഫോൺ വേണം. എന്തെന്ന്? എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ട്. അച്ഛൻ എനിക്കും വേണം ഫോൺ. അതുകൊണ്ട് എന്റെ മോളിപ്പോ ഫോൺ ഉപയോഗിക്കണ്ട. ഫോണൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ജോലിയെല്ലാം മേടിച്ച് അതിന്റെ പക്വതയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഫോൺ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ? ക്ലാസ്സിൽ പിള്ളേര്, അതെ, നിനക്കുള്ള പലതും നിന്റെ കൂടെയുള്ള കുട്ടികൾക്ക് ഇല്ലാതെ ഉണ്ട്. നീ അതങ്ങോട്ട് തിരിച്ചു പറഞ്ഞു കൊടുത്താൽ മതി കേട്ടാ. ഞാനില്ലാത്തപ്പോ ഇനി ഫോണിന്റെ കാര്യം പറഞ്ഞ അമ്മേനെ ബുദ്ധിമുട്ടിക്കരുത്. പോയി പഠിക്കല്ലേ. അല്ല, ദോശ ഉണ്ടാക്കി തരട്ടെന്നാ? പൊറോട്ടയും ബീഫും മേടിച്ചോണ്ട് നിന്റെ പൊറോട്ട ഞാൻ എടുത്തരട്ടെ? വേണ്ട. വേണ്ടെങ്കിലോട് കഴിക്കണ്ട, വിശക്കമ്മ കഴിച്ചോളൂ. വേണ്ടേ? ഇതെന്തൊരു കഷ്ടം നോക്കി. ഈ പെണ്ണിന് എപ്പോഴും ഇത് തന്നെയാണ്, ഫോൺ ഫോൺ ഫോൺ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കൂടെ പഠിക്കണ ഓരോ പിള്ളേരുടെ കയ്യിൽ ഇത് കാണുമ്പോ പിന്നെ എങ്ങനെ? അല്ല, അവള് എന്നോട് ഒരു കാര്യം പറഞ്ഞു. അവള് പഠിക്കണ ഏതാണ്ട് കയ്യിൽ വന്നെന്ന് പറയണത് ശരിയാണ്. ഫോണിൽ വന്നെന്നൊക്കെ അവള് പറയണ്ട്. അതിലില്ലാത്ത പഠിപ്പൊക്കെ പഠിച്ചാ മതി. പിന്നെ നമ്മുടെ വാസന്തിയുടെ മോളെ തട്ടിക്കൊണ്ടുപോയി. ഏത് വാസന്തി? നമ്മുടെ സീരിയലില്ലേ. ഇനിയിപ്പൊ നാളെ വരെ കാത്തിരിക്കണം. ആരാന്ന് കൊണ്ടുപോയത്? ഹലോ ഹലോ, ജുവാർ മാഷേ, മൊയ്തുവാണ്. അജ്മലിന്റെ ഉപ്പ. അറിഞ്ഞില്ല നിങ്ങള്? കംപ്ലീറ്റ് A+. വലിയ സന്തോഷമായി മാസേ. ഇങ്ങളൊക്കെയാണോ ഓനെ നേടിയെടുക്കാൻ സഹായിച്ചത്? ട്യൂഷന് വരുന്നവന് ഭയങ്കര ഇഷ്ടം തന്നെയല്ലോ. അപ്പൊ വലിയ സന്തോഷം. ഓൻ ഇന്നലെ കേക്ക് മുറിച്ചപ്പോ കയ്യൊക്കെ മുറിച്ചാഞ്ഞ് സന്തോഷം കൊണ്ട്. ആയിക്കോട്ടെ ശരി. എല്ലാരും അറിഞ്ഞിക്കണടാ. നീ എന്താ വേണ്ടെന്നറിയോ? ഒരു ഫ്ലക്സ് വെക്കണം. അത് നമ്മളെ ബഷീറിനോട് പറഞ്ഞാൽ മതി. ബഷീർ അതിന്റെ പരിപാടിയല്ലേ? ബഷീറിനെ വിളിച്ചു പറയാം. ബഷീറിനെ വിളിച്ചിട്ട് അത് വേണോ? എന്താ അറിയോ, ഇവിടെ കുറച്ച് ആൾക്കാർക്കൊക്കെ എനിക്ക് കംപ്ലീറ്റ് A+ കിട്ടൂല എന്നൊരു വിചാരം കുറച്ച് വലുപ്പത്തിൽ തന്നെ വെക്കണം. ഹലോ, ബഷീറേ, ഈ അറിഞ്ഞോ? അജ്മലിന് കംപ്ലീറ്റ് A+ ആണല്ലോ. അപ്പൊ എന്താ മതി എന്നറിയോ? ഒരു ഫ്ലക്സ് വെക്കണം നമുക്ക് അങ്ങാടിയില്.
ഓന്റെ ഒരു ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയച്ചു തരൂ. ഫുൾ A+ നേടിയ മൊയ്തുന്റെ മോൻ അജ്മലിന് അഭിനന്ദനങ്ങൾ. എന്നിട്ട് താഴത്തെ മൂലയിൽ ഇന്റെ ഒരു ഫോട്ടോ വെച്ചാൽ കേട്ടോ. എത്രയാവും അതിന്? കൈ എത്രയാവും? 2500. ഓ ആയി തരൂ, ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. അത് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. ഇന്ന് വൈകുന്നേരം തന്നെ തൂക്കണം നമുക്ക് കേട്ടോ. ശരി.